സ്വീകരിച്ചാലും ബലഹീനരാമെന്നെ സ്വീകരിച്ചാലും അങ്ങേ വിളിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ ഈ എളിയവനെ സ്വീകരിച്ചാലും. പരിശുദ്ധ പരമാധിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവെ, അല്പകാര്യങ്ങൾ വിശ്വസ്തൻ, അനേകം കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളു. യജമാനൻ ഏൽപ്പിച്ച താലന്തുകൾ വാങ്ങുവാൻ തിരികെ വന്നപ്പോൾ ഓരോരുത്തരും അവരവർക്ക് യോജിച്ച വിധത്തിലാണ് ഉത്തരം നൽകിയത്. 5 കൊടുത്തവൻ 5 കൂടി നേടി, 3 കൊടുത്തവൻ 3 കൂടി നേടി, 1 കൊടുത്തവൻ ഒന്നും നേടാതെ അത് കുതിച്ചു പോയി. ഉള്ളവന് പിന്നെയും നൽകപ്പെടുമെന്ന കർത്താവ് പറയുമ്പോൾ അധ്വാനത്തെക്കുറിച്ച് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അലസരും മടിപിടിച്ചവരെയും കർത്താവ് ഓർക്കും. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് ഈ വചനത്തോടെ അരുളി ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവനിൽ നിന്നുള്ളതുപോലും എടുക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ അധ്വാനശേഷിയോ കഴിവോ അവൻ വിനിയോഗിച്ചില്ല എന്നുകൂടി നീ ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നീ നൽകിയ താലന്തുകളെ യഥാർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും ഞങ്ങളുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാനും നൽകുന്ന ഓരോ അവസരങ്ങളെയും പൂർണ്ണഹൃദയത്തോടെ സ്വീകരിക്കുവാനും അങ്ങേ കരുണ കൊണ്ട് അവയെല്ലാം അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം. മിസ്റ്റർ റൈമണ്ട് എന്ന വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ത്യാഗവും ദാനധർമ്മവും റൈമണ്ടിൽ നിന്ന് കണ്ടുപിടിക്കണമെന്നാണ് സഭാപിതാക്കന്മാർ പറയുക. തനിക്കുള്ളതെല്ലാം കൊടുത്തു, ത്യാഗത്തോടുകൂടി ജീവിതം നയിച്ചു. ദൈവത്തിൻ്റെ കൃപ നേടിയെടുത്ത് വിശുദ്ധ പദവിയിൽ എത്തിച്ചേർന്ന ഈ വിശുദ്ധനെപ്പോലെ ഞങ്ങളും കർത്താവെ നൽകുന്ന താലന്തുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും അനുഗ്രഹിക്കണമേ. ഈ ദിവസം മുഴുവനും നീ എന്നെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. നിൻ്റെ പാതകളിലൂടെ ഞങ്ങളെ നയിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.